ഡിവൈഎസ്പി ഒരു മാന്യനാ, അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ അവര് മുക്കിക്കളഞ്ഞേനെ. എല്ലാ ഉദ്യോഗസ്ഥരും കുഴപ്പക്കാരല്ലോ, മനുഷ്യത്വമുള്ളവരും കുറെ പേരുണ്ടാവില്ലേ? എത്ര ഷാർപ്പായിട്ട് ചോദ്യം ചെയ്തിട്ടും സാരംഗും മായാമഹേശ്വരി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നാളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യല്. എത്രയോ കുടുംബ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതുപോലൊന്ന് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വിധിയാടോ, അല്ലാതെന്താ. നാളെ ഡിവൈഎസ്പി സാറ് മോളെ വിളിപ്പിക്കും. അവളത് എങ്ങനെ ഫേസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നീ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് മോളൊന്ന് വയലന്റ് ആയാ. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട. സത്യത്തിൽ ഈ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. അവനും ആ പറഞ്ഞ പെണ്ണും തമ്മില് എന്തോ അരുതാത്ത ബന്ധമുണ്ട്. അതവര് സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോലും അതിപ്പോ എന്നെ വേദനിപ്പിക്കില്ല അമ്മേ. എന്റെ വേദന എന്റെ കുഞ്ഞിനെ പറ്റി ഓർത്താ. അവളെ ഒന്ന് നേരാക്കി കിട്ടിയ പിന്നെ ആരെ ഏതു വഴിക്ക് പോലും നമുക്കെന്താ. ആരെയും നമുക്ക് പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. ഒരാളുടെ മനസ്സിലും തോന്നാത്ത സ്നേഹവും കരുതലും ഒന്നും കുത്തി നിറയ്ക്കാൻ പറ്റില്ല. മോളോട് ഇതെങ്ങനെ അവതരിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. എത്ര പേരെ വിളിച്ചു, അതും സീനിയർ ഉദ്യോഗസ്ഥരെ. അതും ഞാൻ അങ്ങോട്ട് സാറെന്ന് വിളിക്കുന്നവന്മാരെ അല്ല, എന്നെ ഇങ്ങോട്ട് മാഡം എന്ന് വിളിക്കുന്നവന്മാരെ. ഒരുത്തിനും ഇടപെടാൻ പറ്റില്ല. ബിക്കോസ് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ പേരിലുള്ള കേസ്. ഇമേജ് മോശമാവുന്നു. ഇമേജ് മണ്ണാങ്കട്ട. കാര്യങ്ങൾ മായ വിചാരിച്ചത്തോളം സിമ്പിൾ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ സാരംഗ് നിങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടത്? എന്തിനാ പരിചയപ്പെട്ടത്? എന്തിനാ ഒന്നിച്ച് ബിസിനസ് ചെയ്തത്? എന്റെ മോശ സമയം. മായ, നാളെ താൻ വീട്ടിൽ വരുമ്പോ ഞാനും അവിടെയുണ്ട്. നമുക്കൊന്നിച്ച് അയാളുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാം. അയാളുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാം. യാമിയുടെ ഉത്തരങ്ങളെയോ? നാളെ അവളെല്ലാം വിളിച്ചു പറഞ്ഞ സാറിങ്ങിനത് ഓക്കെ ആയിരിക്കോ? നോ, നാളെ അവളൊന്നും പറഞ്ഞുകൂടാ. ദെൻ എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യാന്ന് പറഞ്ഞ യാമിയെ നിശബ്ദയാക്കണം. ഒരു ചോദ്യത്തിന് പോലും അവള് മറുപടി പറയരുത്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മോൾ എന്തെങ്കിലും ചെയ്യണമെന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇനി അങ്ങനെ ഒരു തീരുമാനം സാരംഗ് എടുത്താൽ ഞാനത് തടയുകയില്ല. പ്ലീസ്. നമ്മൾ പലതവണ സംസാരിച്ചു. കുടുംബം, കുടുംബത്തുള്ളവർ, അവരോട് ആരോടും ഒരു സെന്റിമെന്റ്സും ബാക്കിയുണ്ടാവില്ല എന്ന് സാരംഗ് ആവർത്തിച്ചു പറഞ്ഞു. ബട്ട് സ്റ്റിൽ തനിക്ക് ആ സെന്റിമെന്റ്സ് ഉണ്ട്. അത് യാമിമോളോട് മാത്രമേ ഉള്ളോ, അതോ മൈഥിലിയോടും ഉണ്ടോ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നാളെ അയാൾ ചോദ്യം ചെയ്യുമ്പോൾ താൻ ഉണ്ടായേ പറ്റൂ. നമ്മളെ കുറിച്ചുള്ള അയാളുടെ സംശയങ്ങൾ നമ്മൾ അവിടെ ക്ലിയർ ചെയ്യും. ഈ കേസ് നാളത്തോടെ അവസാനിക്കണം, എന്ത് തന്നെ സംഭവിച്ചാലും. എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കായിരുന്നോ? ഇവക്കിതെന്ത് പറ്റി? അതോ, കുറച്ചു നേരമായിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തിനാന്നറിയോ? ഡോക്ടർ മൈഥിലിയുടെ വീട്ടിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയാൻ. നിർബന്ധിച്ചപ്പോ ഞാനങ്ങ് വിസ്തരിച്ച് പറഞ്ഞു. അപ്പൊ മുതലാ ഇവളുടെ ഇരിപ്പിങ്ങനെ ആയത്. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവളാണെങ്കിൽ ആർക്ക് വേണ്ടി കരയണമെന്ന് ചോദിച്ചോണ്ട് നടക്ക്. അതിന്റെ ഇടയില് ഒരു സെന്റിമെന്റ്സിന്റെ സപ്ലൈ. കേട്ട് കഴിഞ്ഞപ്പോ ശരിക്കും വിഷമം തോന്നിയേട്ടാ. എന്ത് നല്ല സ്ത്രീയാ ഡോക്ടർ. പണ്ട് വലിയ വലിയ കാറുകളിലൊക്കെ ആളുകൾ പോവില്ലേ? അപ്പൊ ഞാനെന്താ കരുതെന്നറിയോ? അവർക്ക് യാതൊരു പ്രശ്നമില്ല, എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്നു, ഭാഗ്യം ചെയ്തവർ അവരൊക്കെ എന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഒക്കെ വെറുതെ കാണിച്ചു കൂട്ടുന്നതാന്ന്. പിന്നല്ലാതെ ഈ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു അഭിനയിച്ച് തള്ളല മറ്റുള്ളവരുടെ മുമ്പില്. എടി, ഞാൻ നിന്റെ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. ഇത് സെക്ഷൻ വേറെയാ. നാളെയല്ലേ ഡിവൈഎസ്പി മൈഥിലിയുടെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ, 3 പേരെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യുമായിരിക്കും. അപ്പൊ പിന്നെ സംഭവിച്ചതെന്താന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല ചേച്ചി,
നാളെ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടും ഇതിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിലോ? ആ കുട്ടി പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരില്ലേ? ഞങ്ങളൊക്കെ സ്ഥിരം മൈഥിലിയെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മൈഥിലിയുടെ സ്നേഹത്തിന്റെ ആഴം അവളുടെ മോള് തിരിച്ചറിയുമെന്ന്. മൈഥിലിയെ അറിയാവുന്ന ആരും അത് ചുമ്മാ പറയില്ല. യാമിമോൾ ഇനി മുതല് മൈഥിലിയുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് കാര്യം ഉറപ്പാ. അങ്ങനെ സംഭവിച്ചാ മതി. എടോ, എനിക്ക് ഓഫീസിലേക്കൊന്ന് തിരിച്ചു പോകണം. അതെന്തിനാ? സാരംഗ് ഓഫീസിലുണ്ട്, വൈകി ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് ചെല്ലണം. സാരംഗ് ടെൻഷനിലായിരിക്കുമല്ലേ? എനിക്കറിയില്ല. അയാളുടെ റിയൽ ടെൻഷനും അയാൾ കാണിക്കുന്ന ടെൻഷനും ഇപ്പം വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ദുഷ്ടനല്ലേ സാരംഗ് സാറ്? വേണ്ടടി, ആ ചാപ്റ്റർ ഞാൻ വിട്ടു. ഇനി അതി കടിച്ച് തൂങ്ങണ്ട. പ്രതീക്ഷിച്ചതിലും വേഗത്തില് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു സുഖമില്ലേ? ഞാനിപ്പോ അത് അനുഭവിക്കുന്നത്. എന്റെ സന്തോഷം നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കറിയാം. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. പ്രാർത്ഥനയോടെ ഞാനും കൂടെയുണ്ട്. ഇപ്പൊ എനിക്കൊരു ചെറിയ വിഷമം വന്നാല് അരുൺ എന്റെ അടുത്തുനിന്ന് മാറില്ല. എനിക്ക് വേണ്ടി എന്ത് മാറ്റിവെക്കാൻ തയ്യാറാ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ എന്ത് വേണേലും വലിച്ചെറിയാനും. അപ്പൊ ഇനിയുള്ള ഘട്ടമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ വളച്ച് നിനക്ക് കൈകാര്യം ചെയ്യാവുന്ന നിലയിൽ അരുണിനെ കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആവേശം കയറി ഓടിച്ചു കളയരുത്. എന്ന് പറഞ്ഞാ നിന്നെ എപ്പോ നോക്കുമ്പോഴും നിഷ്കളങ്കയായ അരുണിനെ സ്നേഹിക്കാൻ മാത്രം ജീവിക്കുന്നവളെന്ന് അരുണിന് ഫീൽ ചെയ്യണം. അത് നീ പേടിക്കണ്ട. ഇത്രയൊക്കെ എത്തിക്കാൻ കഴിയുമെങ്കില് ബാക്കി കൂടി ചെയ്യാൻ എനിക്ക് പറ്റും. ഞാനെന്തായാലും അരുണിന് പിടികൊടുക്കാൻ പോകുന്നില്ല. അരുണിനെ സ്നേഹിച്ച് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അരുണിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ആരൊക്കെ അരുണിൽ നിന്ന് അകലണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവരെയൊക്കെ ഞാൻ അകറ്റിയിരിക്കും. മിക്കവാറും നീ നോക്കിക്കോ ആര്യെ, കുറച്ചു നാൾ കഴിയുമ്പോ ഞാൻ അരുണിനെയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പറക്കും. അപ്പൊ പിന്നെ ഈ ശല്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. ആ നിലയിലേക്ക് അരുണിന്റെ മനസ്സെത്തിക്കാൻ എന്തായാലും എനിക്ക് പറ്റും. ഞാൻ ഇപ്പോഴാ ശരിക്കും ഒരു പെണ്ണായത്, ബുദ്ധിയുള്ള പെണ്ണ്. ഇനി അരുൺ എന്റേതാ, എന്റേത് മാത്രം. മറ്റുള്ള അവകാശികളെയൊക്കെ അരുണിന്റെ മനസ്സിൽ ഞാൻ കുഴി കുത്തി മൂടും. അതെ, സംസാരം തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അച്ഛൻ തിരക്കുന്നുണ്ടാവും എന്നെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആര്യായിരുന്നു അച്ഛാ? എന്റെ ഫ്രണ്ട്. ഞാനും അരുണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കായിരുന്നു അവള്. ഒന്നുമില്ല, ഞാനിപ്പോ ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന പെണ്ണാന്ന് ഞാൻ പറഞ്ഞു. ശരിയാ, ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ മോള് തന്നെയാ. അല്ല, അച്ഛനെന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. ഇപ്പൊ പുറത്തിറങ്ങി നിന്നോ? ഉം. ഈ വെയിലത്ത് പുറത്തിറങ്ങി നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതാ പെട്ടെന്നൊരു ക്ഷീണം പോലെ തോന്നുന്നേ. ചെറിയൊരു തലവേദന പോലെ അച്ഛാ, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. ചേച്ചി, ദാ ഐസ്ക്രീം. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറാ, കഴിക്കുക ചേച്ചി. വേണ്ട, എന്റെ ചേച്ചിയല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് വന്നല്ലേ, കഴിക്കുന്നേ. അതെ, അമ്മ ചേച്ചി സൈക്യാട്രിക് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്തിനാണെന്നറിയോ? നമുക്ക് ശരീരത്തിന് അസുഖം വരുന്ന പോലെ മനസ്സിന് അസുഖം വരുന്നതും അത് മാറ്റാൻ വേണ്ടിയാ. അമ്മ പറഞ്ഞതാ എന്നോട്, അല്ലാതെ ചേച്ചിക്കൊന്നും ഇല്ല കേട്ടോ. നീ പോയേതോ? ഞാൻ ഇവിടെ ചേച്ചിയുടെ കൂടെ ഇരുന്നോളാം. ചേച്ചിയൊന്നും സംസാരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് ബോറടിക്കൊന്നുമില്ല, ചേച്ചിയുടെ അടുത്തല്ലേ.
ഞാനിന്ന് അപ്പൂപ്പന്റെ കൂടെ പുറത്തു പോകുന്നുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? പറഞ്ഞു വെച്ചി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞല്ലേ അതോ, നീ എന്താ പോവാത്തെ? ചേച്ചിക്ക് വിഷമാവെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. രംഗനാഥ, ഒരുപാട് സമയമായി താൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടു. എന്താണോ തൻ്റെ പ്രശ്നം? സ്നേഹയും അരുണും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതാണ് തന്നെ അലട്ടുന്ന ഒരേ ഒരു പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. താൻ ആദ്യം കാര്യം എന്താന്ന് പറയടോ. ഫാദർ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനിത് ഫാദറിനോട് പറയാൻ പാടില്ലാത്തതാ. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി എന്റെ കുടുംബവും ഫാദറും തമ്മിലുള്ള അടുപ്പം വെച്ച് എനിക്കിത് മറച്ചു വെക്കാനും തോന്നുന്നില്ല. ഏറെ സന്തോഷത്തോടെ നമ്മൾ കാണുന്ന കാര്യങ്ങള് കള്ളമാണെന്ന് തിരിച്ചറിയുമ്പോ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോവില്ലേ? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാം തുറന്നു പറയടോ. നമ്മളൊക്കെ ചതിക്കപ്പെടുകയാണ്. ഞാനും ഫാദറും അരുണും എല്ലാരും. എങ്ങനെ? സ്നേഹയുടെ ഇപ്പോഴത്തെ മാറ്റം, അരുണിനോടുള്ള അവളുടെ സ്നേഹം, അതിശയത്തോടെ നോക്കി നിന്നില്ലേ നമ്മള്? അതൊരു സത്യമായ കാര്യമല്ല. ഇതെന്തൊക്കെയാണോ താനീ പറയുന്നത്? അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഞാൻ എന്തായാലും അരുണിന് പിടികൊടുക്കാൻ പോകുന്നില്ല. അരുണിനെ സ്നേഹിച്ച് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അരുണിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ആരൊക്കെ അരുണിൽ നിന്ന് അകലണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവരെയൊക്കെ ഞാൻ അകറ്റിയിരിക്കും. ഇനി അരുൺ എന്റേത് മാത്രം. മറ്റുള്ള അവകാശികളെയൊക്കെ അരുണിന്റെ മനസ്സിൽ ഞാൻ കുഴി കുത്തി മൂടും. എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ഫാദർ. ഇത്രയും ക്രൂരത എന്റെ മകളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ രംഗനാഥൻ ഇത് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിതൊരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. ഒരു പ്ലാൻ വരച്ച് അത് വെച്ച് ഭർത്താവിനെ സ്നേഹിക്കുക, അതിന് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുക. അവൾ എന്റെ മകളാണ് ഫാദർ. ഏറെക്കാലം ജീവിതം മുമ്പിലുള്ള ഒരുവൾ. മാസങ്ങൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയാകേണ്ടവൾ. അവൾ അവളുടെ ഭർത്താവിന് വേണ്ടി സ്വാർത്ഥത കാണിച്ചാൽ എനിക്കത് മനസ്സിലാകും. പക്ഷേ ഇത് ഞാൻ എന്താ ഫാദർ ചെയ്യേണ്ടത്? അവളോട് ഞാനിത് ചോദിച്ചാൽ ഒരു പൊട്ടിത്തെറിയായിരിക്കും ഫലം. അരുണിനോട് ഇത് ഡിസ്കസ് ചെയ്താലും അത് തന്നെയായിരിക്കും ഫലം. ഒരുപക്ഷെ അരുൺ എന്നേക്കുമായി എന്റെ മകളെ വെറുക്കും. രംഗനാഥ, സാധാരണഗതിയിൽ ഏതൊരച്ഛനും ഇത് മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല. താൻ അങ്ങനെ ഒരു മഹത്വം കാണിച്ചു, അത് തന്നോട് ഞാൻ തിരിച്ചും കാണിക്കണമല്ലോ. ഞാൻ ഒരിക്കലും ഇത് അരുണിനോട് പറയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അരുൺ വഞ്ചിക്കപ്പെടുകയല്ലേ ഫാദർ? എടോ, ഏതെങ്കിലും ഒരാളെ വേദനിപ്പിക്കാതെ നിർവാഹമില്ല. തൽക്കാലം ഇതിങ്ങനെ പോട്ടെന്ന് വെക്കാം, അല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. സ്നേഹ ഇനി മുതൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. അവൾ എന്നും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഫാദർ, എന്നെ കളിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ശരിക്കും തോറ്റുപോയി ഫാദർ. അച്ഛൻ എന്ന നിലയ്ക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും. സാരംഗ്, താൻ ഉറക്കമായിരുന്നോ? ഒന്ന് രണ്ട് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന്. സമയം എത്രയെന്ന് വല്ല ധാരണയുണ്ടോ? ഓഫീസ് ടൈം കഴിഞ്ഞ് എല്ലാരും പോയി. ഇതിനകത്തിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. ഓ, ഓക്കെ ഓക്കെ. എന്തുപറ്റി സാരംഗ്? താൻ നല്ല ടെൻഷനിലാണല്ലോ. ഒന്നുമില്ല. നാളത്തെ ഒരു ചോദ്യം ചെയ്യലുണ്ടല്ലോ,
DVSP പറഞ്ഞ അതിലെനിക്ക് അല്പം അസ്വസ്ഥതയുണ്ട്. യാമിമോൾ എന്ത് പറയും പറയില്ല എന്നതിനെ കുറിച്ചല്ല. ഒരു വീടിനകത്ത് അച്ഛനമ്മമാരുടെ മുന്നിൽ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ചെയ്യലിന് ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എനിക്കൊരു നാണക്കേട് തോന്നണകൊണ്ടാണ്. അല്ല, അനാമിക മൈഥിലി വിളിച്ച് പറഞ്ഞാൽ ഈ കാര്യം ഒഴിവാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത് അനാമിക അങ്ങനെ പറയില്ല. രണ്ടാമത് പറഞ്ഞാലും മോളുടെ കാര്യത്തിൽ മൈഥിലി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എല്ലാവരും വ്യക്തിത്വമുള്ളവർ, ജീവിതത്തിൽ വലിയ വലിയ പോളിസി ഉള്ളവർ. ഒന്നുമല്ലാത്തത് ഞാൻ. ചോദിച്ചാൽ തനിക്ക് ദേഷ്യം വരും. പക്ഷെ അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. യാമിമോള് ഇങ്ങനെ ആവാൻ കാരണം എന്താ? ആവർത്തിച്ച് പറയുന്നൊരു നുണ എനിക്ക് കേൾക്കണമെന്നില്ല. നുണ അല്ലേ? എടോ, ഒരവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാനായി എനിക്ക് ചുറ്റും കുറെ പേരുണ്ട്. ആ കൂട്ടത്തിൽ താൻ വേണ്ട. ഐ എം സോറി സാരംഗ. എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കാൻ തോന്നുന്നില്ല. അതെന്റെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മൈഥിലിയുമായി പിണങ്ങിയപ്പോഴും സാരംഗ് ഹാപ്പിയായിരുന്നു. സാരംഗിന്റെ ലോകം സേഫായിരുന്നു. സാരംഗിനെ ന്യായീകരിക്കാൻ മോളുണ്ടായിരുന്നു. പക്ഷെ മായാ മഹേശ്വരിയുടെ വരവിന് ശേഷം തനിക്ക് തന്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ടു, അല്ലേ? എനിക്ക് ശകുനത്തിലൊന്നും വലിയ വിശ്വാസമില്ല. സത്യത്തിൽ വിശ്വാസമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ സാരംഗ് ഒന്ന് കണക്കൂട്ടി നോക്കുക. മായാ മഹേശ്വരിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് സാരംഗിനൊരു നഷ്ടമാണ്, കനത്ത നഷ്ടം. അത് ബിസിനസ്സുകാരനെന്ന നിലയിലും ഒരു മനുഷ്യനെന്ന നിലയിലും. മതി മതി. തൽക്കാലം ഉപദേശങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സെനിക്കില്ല. താൻ വരൂ, നമുക്കിറങ്ങാം. സാരംഗ്, ചെയ്ത തെറ്റ് തിരുത്താൻ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ മനുഷ്യരുടെ മുമ്പിൽ വരൂ. നാളെ അങ്ങനൊരു അവസരമാണ്. താനത് ഉപയോഗിക്കുമെങ്കിൽ രക്ഷപ്പെടുന്നത് തൻ്റെ മകളായിരിക്കും. ഉപദേശത്തിന് നന്ദി. ഇനി കൂടുതൽ ഉപദേശങ്ങൾക്ക് വരികയും വേണ്ട. ഓക്കെ? രംഗനാഥ, താൻ വീട്ടിലേക്ക് പോകാൻ നോക്കണോ? അല്പം കഴിയട്ടെ ഫാദർ. എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. എല്ലാം നല്ലതിനു വേണ്ടിയെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്നേഹ പ്രവർത്തിക്കുന്നത് അവളുടെ കൂട്ടുകാരുടെ ഉപദേശം അനുസരിച്ചാണല്ലോ. പക്ഷേ അവൾ അരുണിനെ സ്നേഹിക്കുകയാണല്ലോ ചെയ്യുന്നത്, വേദനിപ്പിക്കുകയല്ലോ. എന്നെ ആശ്വസിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും ഫാദറിന്റെ ഉള്ളിൽ വേദനയില്ലേ അരുണിനെ കുറിച്ച് ഓർത്ത്? അവൻ വിവാഹിതനാണ്. വൈകാതെ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്ന ഒരാളാണ്. അവന്റെ സ്വസ്ഥത തറക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ, എനിക്കും തനിക്കും ഇടയിൽ. അച്ഛൻ നല്ല ആളാ കേട്ടോ. എന്തിരിപ്പാ ഇരിക്കുന്നേ? വീട്ടിൽ ഞാൻ തനിച്ചാണെന്നുള്ള വല്ല ബോധവും വേണ്ടേ? അതും ഗർഭിണിയായ പെൺകുട്ടി. അരുൺ വന്നില്ലേ? എവിടുന്ന്? അച്ഛനെ ഞാൻ വിളിച്ചല്ലോ, കണ്ടില്ലേ? ഞാനും ഫാദറും ഓരോന്ന് സംസാരിച്ചുകൊണ്ടങ്ങ് ഇരുന്നു പോയി. രണ്ടുപേരെ സംസാരിച്ച കാര്യങ്ങള് വളരെ സീരിയസ് ആണെന്ന് രണ്ടുപേരുടെ മുഖം കണ്ടാലും അറിയാം. എന്താണ്? എന്നെ അരുണിനെ കുറിച്ചാണോ? ഏയ്, ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങൾ ഇരിക്കുന്നു. എങ്കിൽ നമുക്ക് പോകാം മോളെ. ഇനിയിപ്പോ അരുണിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അരുൺ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ആര്യയെ വിളിച്ചിരുന്നു. അച്ഛന്റെ അന്വേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യ മോളുടെ ചങ്ങാതിയല്ലേ? അതെ. ആ കുട്ടി ആളെങ്ങനാ? അതെന്താ ഫാദർ അങ്ങനെ ചോദിച്ചേ? അല്ല, സ്നേഹമോൾ ഒരാളെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുമ്പോ അയാള് നല്ല ആളാണെന്ന് അറിയണ്ടേ? നല്ലവളാണോന്നോ? ഫാദർ അവൾ എന്റെ ചങ്ക. എനിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള കുട്ടിയാണോ? പിന്നല്ലാതെ. എനിക്കവളെ വലിയ കാര്യ. ജീവിതത്തെക്കുറിച്ചൊക്കെ അവൾക്ക് എന്തൊരു കാഴ്ചപ്പാടാണെന്നറിയോ? ബന്ധങ്ങളെക്കുറിച്ചും. നന്നായി. അത്തരം കൂട്ടുകാരെ ആ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ രംഗനാഥ? അതെ.
മോളെ ആര്യ എന്നാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? വരും അച്ഛാ, മിക്കവാറും അടുത്ത ദിവസം തന്നെ വരും. ഫാദറിന് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം. ഫാദറിന് സംസാരിച്ചു നോക്ക്, അപ്പ അറിയാം ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട്. ഓ ആയിക്കോട്ടെ. എന്തായാലും സ്നേഹമോളുടെ കൂട്ടുകാരിയെ കാണാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്.